Hello everyone, welcome to another episode of Raw and Unfiltered. ഇപ്പം എൻ്റെ 5 ലക്ഷം രൂപ ഉണ്ട്. ജേക്കബ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ഇൻവെസ്റ്റ് താല്പര്യം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറയും ഇല്ല എന്ന് തന്നെ പറയും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ പലപ്പോഴും ഫെയിലിയറാണ്, ഒരുപാട് നാൾ നീണ്ടു പോകത്തുമില്ല. ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിൽ എനിക്ക് പൈസ ഒന്നും കിട്ടാതെ ലോണൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ അന്നൊരുപാട് ഞാൻ പൈസ ചോദിച്ചു, എന്ന് സഹായിക്കണം എന്ന് ചോദിച്ചപ്പോൾ ആരും എന്നെ സഹായിച്ചില്ല. നമുക്കൊരാളെ സംസാരിക്കുമ്പോൾ അയാളുടെ ബിസിനസ്സിൽ അയാളുടെ അറിവ് എത്രയാണ്, അയാൾ ഈ ബിസിനസ്സിൽ നിൽക്കാൻ സാധ്യതയുണ്ടോ, നാളുകളിൽ മറ്റൊരു ബിസിനസ്സിലേക്ക് ചാടിപ്പോകാൻ സാധ്യതയുണ്ടോ, ഇയാളുടെ ബിസിനസ്സിൽ എത്ര നാളേക്ക് പോകും, ഞാൻ പൈസ കൊടുത്താൽ ഇത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ എന്നത് നമുക്ക് ഒരു 15 മിനിറ്റ് സംസാരിക്കാം. ഈ പുറം മോടി നോക്കി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ പെയിൻറ്റ് നോക്കി വീട് വാങ്ങുന്ന പോലെയായി പോകും. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല എങ്കിൽ റിസ്ക് എടുക്കുന്നതിൻ്റെ അണ്ടറിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യേണ്ടി വരും. Hello everyone, welcome to another episode of Raw and Unfiltered. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു ട്രൂലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഗസ്റ്റാണ്. എൻ്റെ അടുത്ത് ചേട്ടൻ്റെ കഥ എൻ്റെ ഫ്രണ്ട് ത്രൂ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അറിഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ കഥ ഫീൽ ചെയ്തു. ഒന്നുമില്ലായ്മയെന്ന് ഒന്നുമില്ല, ഫൈനാൻഷ്യൽ ബാക്കപ്സ് ഇല്ല, ഫാമിലി സപ്പോർട്ട് ഇല്ല, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ ദ നെക്സ്റ്റ് 40 days ഇതിൻ്റെ അന്ന് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഒരു ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക 5000 സ്ക്വയർ ഫീറ്റ്. അങ്ങനെ ഈ കഥയെല്ലാം കേട്ട് ഞാൻ ഇൻസ്പയർഡ് ആയി. അപ്പോൾ ചേട്ടനെ എൻ്റെ നമ്മുടെ ഷോയിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. ചേട്ടാ വ്യൂവേഴ്സിന് ചെറിയ ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് ഇക്ബാൽ എന്നാണ്. ഞാൻ താമസം നെടുമങ്ങാട് പാലോട് എന്ന സ്ഥലത്താണ്. നമ്മുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് ഫുഡിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. അത് നമ്മുടെ ചപ്പാത്തി, നൈസ് പത്തിരി, ഇടിയപ്പം അങ്ങനത്തെ ഐറ്റംസ്, റൊട്ടി, പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ഹോൾസെയിലായിട്ട് മേക്ക് ചെയ്ത് ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഷോപ്പുകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ, അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് സപ്ലൈ ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ യൂണിറ്റായിട്ടാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 2019 നമ്മൾ 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2025 ഓൾമോസ്റ്റ് 5 to 6 years. ഇത് ചേട്ടൻ്റെ ഒരു സ്റ്റാർട്ടിങ് ബിഗിനിങ് സ്റ്റേജിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഷെയർ ചെയ്യാവും. ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ 0 ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ നിന്നാണ് ചേട്ടൻ തുടങ്ങി വന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് 0 അല്ല, 3 ലക്ഷം രൂപയുടെ ഒരു ലോണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ഈ നമ്മുടെ സർക്കാർ ഒരുപാട് വ്യവസായ സംരംഭങ്ങൾക്ക് ഒരുപാട് സബ്സിഡികളും ഒരുപാട് ഈ ആനുകൂല്യങ്ങളും സബ്സിഡികളും അതുപോലുള്ള പ്രോത്സാഹനങ്ങളും ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ വ്യവസായ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ആൾക്കാർ ജനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അതിലൂടെ കേരളത്തിൽ തൊഴിൽ ഉണ്ടാക്കുക, യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റോടുകൂടി ഒരുപാട് പ്രോത്സാഹനങ്ങളും ലോണുകളും കേന്ദ്ര ഗവൺമെൻറ്റും കേരള സർക്കാരും ഒക്കെ നിലവിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോണിലൂടെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചപ്പാത്തിയുടെ ഒരു മെഷീൻ എടുത്താണ് ഞാൻ ഫസ്റ്റ് യൂണിറ്റ് ഓപ്പൺ ആക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു ലോൺ എനിക്ക് സാങ്ഷനായി കിട്ടി. ഒരു 3 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ അതിലൂടെയാണ് ഫസ്റ്റ് ഒരു മെഷീൻ എടുക്കുന്നതും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആക്ച്വലി അന്ന് ഈ പറയും പോലെ ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യുക എന്നൊരു ഐഡിയ എനിക്ക് പോയിട്ടില്ല. ഈ ഷോപ്പിൽ സെയിൽ ചെയ്യുക, കാറ്ററിംഗ് യൂണിറ്റുകൾക്ക് സെയിൽ ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അതെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഇത് എങ്ങനെയും കുറച്ചുണ്ടാക്കി ഷോപ്പ് എന്തായാലും വെറുതെ ഇരിക്കുന്നു, പ്രൊഡക്ഷനൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരു സെയിൽ നമുക്കൊരു കാരണവശാലും ഒരു സെയിൽ നമുക്ക് ആദ്യം വരില്ല. അതായത് ആദ്യത്തെ ഒരു 6 മാസം to 1 വർഷം നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈം അനുസരിച്ചിരിക്കുന്നത്. ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം, നമ്മുടെ ഹാർഡ് വർക്ക് എത്രയാണെന്നുള്ളതനുസരിച്ച് നമ്മളൊരു. അപ്പോൾ ഞാനത് പ്രൊഡക്ഷൻ യൂണിറ്റ് ഓണായി എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് മനസ്സിൽ ഐഡിയ വന്നത്, ഷോപ്പുകൾ കൊണ്ടുപോയി കൊടുത്തു നോക്കാമെന്ന്. അതായത് നമ്മുടെ ഈ ലോക്കൽ ബേക്കറി അതുപോലെ ഹോട്ടലുകൾക്ക് സപ്ലൈ ചെയ്യാമെന്നൊരു ചിന്ത വന്നു. അങ്ങനെയാണ് ഈ ഹോട്ടലുകൾക്ക് ഞാൻ എൻ്റെ ഒറട്ടിയും ചപ്പാത്തിയും പത്തിരിയായിട്ട് ആദ്യം കടകളിൽ ചെല്ലുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ എന്തായിരുന്നാലും നമുക്കൊരു പോസിറ്റീവ് റിപ്ലൈ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. കൊണ്ടുവരാൻ പറഞ്ഞു, കൊള്ളാം, സാധനം വേണം, കൊണ്ടുവരാൻ പറഞ്ഞു. ആക്ച്വലി ഞാനന്ന് ഈ സാധനം ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യുമ്പോൾ സാധനം എൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. അന്ന് ഫസ്റ്റ് സപ്ലൈ ചെയ്യുന്ന ടൈമിൽ എൻ്റെ പ്രൊഡക്ട്സ് കംപ്ലൈൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. കൊടുത്തതല്ല സ്റ്റാർട്ടിങ്. അപ്പോൾ പിന്നീട് നമ്മൾ മറ്റൊരാളുടെ പ്രൊഡക്റ്റുമായി അല്ലെങ്കിൽ മാർക്കറ്റിൽ വന്ന മറ്റൊരു പ്രൊഡക്റ്റുമായി നമ്മുടെ സാധനം കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റ് എത്രമാത്രം പുറകിലാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്രമാത്രം മറ്റുള്ളവരേക്കാൾ പുറകിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ടൈമിലാണ്.
അങ്ങനെ എന്തായാലും പ്രൊഡക്റ്റ് പിന്നീട് അപ്പം കംപ്ലൈൻറ്റ് വന്നു. ഇതുപോലെയാണ് നിങ്ങൾ അപ്പോൾ തുടങ്ങി 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. നമ്മുടെ സാധനം വാങ്ങിച്ച കടക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞു ഇങ്ങനെയല്ല, ഇത് സംഭവം കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട്. അപ്പോൾ അന്ന് സ്റ്റാഫുകളൊന്നുമില്ല. അപ്പോൾ സ്റ്റാഫുകളിടാനുള്ളൊരു സംവിധാനം എനിക്കൊന്നില്ല. വൺ മാൻ ഷോ ആയിരുന്നു. ഒരാൾ ഞാൻ മാത്രമാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ ഞാൻ രാവിലെ വരും, വീട്ടിൽ നിന്ന് ഒരു 15-20 അരമണിക്കൂർ യാത്ര ഉണ്ട്. വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട്. ഈ അരമണിക്കൂർ യാത്ര ഞാനിവിടെ എൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വരും. രാവിലെ കുറച്ച് മാവ് എടുക്കും, മിക്സ് ചെയ്യും, അടിച്ചു നോക്കും. അപ്പോൾ സംഭവം വീണ്ടും കംപ്ലൈൻ്റ് ആവുന്നു. അപ്പോൾ സത്യത്തിൽ ഞാനിങ്ങനെ ഇത് പല രീതിയിൽ മിക്സ് ചെയ്ത് നോക്കി, ഒരുപാട് മിക്സ് ചെയ്ത് നോക്കി, പരാജയത്തിൻ്റെ അങ്ങേയറ്റം വരെ പോയി. ഫെയിലിയറായി, ഫുള്ള് ഫെയിലിയറാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിത് മേക്ക് ചെയ്യുമ്പോൾ ഇത് സംഭവം സക്സസ് ആയി. ഞാൻ ഉദ്ദേശിച്ച പോലെ സോഫ്റ്റായി, ടേസ്റ്റായി, ഓക്കെ എല്ലാം. ഡൗട്ട് വന്നതേ ആ ഒരു ഫെയിലിയറിൻ്റെ ഒരു സമയമില്ലായിരുന്നു. അതായത് ഇപ്പോൾ ചേട്ടൻ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് ട്രയൽ അടിച്ച് അവർ എന്തോ സമയം എടുത്തത് കറക്റ്റ് ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി? എനിക്കൊരു 2 to 3 months ഞാനിത് ഇതിൻ്റെ പിറകെ എടുത്തു. 90 days. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ അറിയാം. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം തന്നെയാണ്, ഇതിലും ബെറ്റർ ആയിട്ട് കൊടുക്കണം. അതായിരുന്നു എൻ്റെ ചിന്ത. അതായത് അതിനേക്കാൾ ബെറ്റർ സൈസിൽ കൊടുക്കാനാണോ? അല്ല, സൈസിൽ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വാശി. അപ്പോൾ ഞാൻ പലയിടങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയും ഒരട്ടിയിരിക്കുന്നുണ്ട്, ചപ്പാത്തി ഉണ്ട്, പത്തിരി കൊണ്ട് ഇരിക്കുമ്പോഴൊക്കെയും ഈ സാധനങ്ങൾ ഞാൻ ഇതിന് മുമ്പേ അടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഞാൻ അവരോട് പറയുകയാണ്, ഞാൻ ഈ പഠിക്കാൻ പോയ സ്ഥലങ്ങൾ ഞാൻ അവരോട് പറയുകയാണ്, ഇങ്ങനെയല്ല, ഇതിലും ബെറ്റർ സാധനം നമുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. അവസാനം 99.99% പരാജയത്തിന് ശേഷം ഒരു ദിവസം ഞാൻ ചെയ്തപ്പോൾ സക്സസ് ആയി, കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇന്ന് എനിക്കത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ ഷോപ്പിൽ ഏകദേശം 20 പുറത്ത് സ്റ്റാഫുകളുണ്ട്. 22 സ്റ്റാഫുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിൽക്കുമ്പോൾ എൻ്റെ സ്റ്റാഫ് ഏതെങ്കിലും രീതിയിൽ ഈ പ്രൊഡക്ട്സ് ഏതെങ്കിലും മിക്സ് ചെയ്യുമ്പോൾ അതിലൊരു ഫാൾട്ട് കണ്ടാൽ എനിക്ക് പറയാൻ പറ്റും, അങ്ങനെ ചെയ്യരുത്, ഇത് കംപ്ലൈൻ്റ് ആവും. കാര്യം ഞാൻ കടന്നു വന്ന വഴികൾ, ഞാൻ പരീക്ഷിച്ച വഴികളിലൂടെയാണ് അവരിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പറയും, അങ്ങനെ ചെയ്യരുത്, അത് ഇനി അത് ആവർത്തിക്കരുത്, കാര്യം അത് കംപ്ലൈൻ്റ് ആണ് എന്നൊരു കാര്യം. ഞാൻ ഇതൊക്കെ മുമ്പൊരിക്കൽ ചെയ്ത് ഇത് പരാജയമാണ് എന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് വേ ഇന്ന് എനിക്ക് അറിയാം. അവർ ചെയ്യുമ്പോൾ ഞാൻ നോക്കുകയും അത് അങ്ങനെയാണ് ഓക്കെ എന്ന് പറയുകയും ചെയ്യും. അങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അതിനുശേഷം ഇടിയപ്പം കസ്റ്റമർ ചോദിച്ചു തുടങ്ങി, നമുക്ക് കുറച്ചുകൂടി ഇടിയപ്പം കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇടിയപ്പം, വീശപ്പം, ബറോട്ട അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഓരോന്നായി ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു കൊണ്ടുവന്നു. ഇന്നിപ്പം സോഫാർ ഒരു ദിവസം ചേട്ടൻ്റെ ഈ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിക്ക് എന്തോ യൂണിറ്റ്സ് ഒരു ദിവസം എടുക്കാൻ പറ്റും അറ്റ് എ ടൈം? അതെങ്കിൽ ഒരു ദിവസം എത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും? ഒരു 25,000-ഓളം യൂണിറ്റ് സാധനങ്ങൾ ചെയ്യാനുള്ള നിലവിലത്തെ കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അത് പോരാ, ഇതിന് മുകളിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് സ്കെയിൽ ചെയ്യാൻ. അതെ, നിലവിൽ ഞാനൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് പുതുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു 40 daysനകത്ത് അത് ഓപ്പൺ ആക്കണം എന്നുള്ള ചിന്തയിലാണ്. അപ്പം നമുക്കവിടെ ഇപ്പം നിലവിലത്തെ യൂണിറ്റിൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളുടെ പരിമിതികളുണ്ട്. മെഷീൻ ഇടാനുള്ള സ്പേസുകൾ നമുക്ക് കുറവാണ്. അപ്പോൾ ഇനി തുടങ്ങുന്ന ഒരു യൂണിറ്റിൽ അത്രയും വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റായിട്ട് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് ആണ് പുതിയ പ്രൊഡക്ഷൻ ഓപ്പൺ ആക്കുന്നത്. ഈ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റിന് എന്തോ കപ്പാസിറ്റി ഉണ്ട് ഒരു ദിവസം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റിയ? അത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഇതിൻ്റെ 2 പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പം അതിന് ഇപ്പോൾ സോഫാർ എന്തോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുണ്ട് നമ്മുടെ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റിന്? ഈ പുതിയ പ്രൊഡക്ഷനിലേക്ക് എനിക്ക് ഏകദേശം 90 lakhs-ഓളം പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് 90 lakhs. അത് പ്രൊഡക്ഷനിൻ്റെ ഞാൻ പ്രോപ്പർട്ടി വാങ്ങിയത് ഉൾപ്പെടെയാണ്. പ്രോപ്പർട്ടി അതിനകത്തുള്ള മെഷീനറി എല്ലാം ചേർത്ത് മെഷീനറി ഒരു ഏകദേശം 30-35 lakhs-ന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് മെഷീനറിയും ബാക്കി പ്രോപ്പർട്ടി വാങ്ങിയതും. അങ്ങനെ ഒരു 90 lakhs-ഓളം 90 lakhs-ഓളം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇനി ഓപ്പൺ ആക്കാനായിട്ട് പോകുന്നത്. അതെ. അത് പാർട്ട്ണർഷിപ്പിനൊരു പ്രശ്നമുണ്ട്. പാർട്ട്ണർഷിപ്പും ജേക്കബും ഞാനുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ഓപ്പൺ ആക്കുമ്പോൾ കമ്പനി ഓപ്പൺ ആക്കുമ്പോൾ അതെ പാർട്ട്ണർഷിപ്പ് ഞാനത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ പലപ്പോഴും ഫെയിലിയറാണ്, ഒരുപാട് നാൾ നീണ്ടു പോകത്തുമില്ല. അത് ഞാനിത് വളരെ ഓപ്പണായിട്ട് സംസാരിച്ചാൽ നമ്മൾ മനുഷ്യരാണ്.
ഞാൻ ചെയ്യുന്ന ജോലി നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഒരു ബിസിനസ്സിൽ ചിലപ്പോൾ ജേക്കബ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ജേക്കബ് ചെയ്ത ജോലി ചിലപ്പോൾ ഞാനും ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇവനൊരു ഹോട്ടൽ ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജേക്കബ് രാവിലെ ഷോപ്പിൽ വരുന്നു, ചിലപ്പോൾ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നു, ചിലപ്പോൾ വേസ്റ്റ് ഡമ്പിങ് ഉൾപ്പെടെയുള്ള ജോലികൾ ചിലപ്പോൾ ജേക്കബ് ചെയ്യും. നമ്മൾ പാർട്ട്ണർഷിപ്പാണ്. എനിക്ക് തന്നെ സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടാവും, ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ മന്ത് എൻഡ് കണക്ക് നോക്കുമ്പോൾ ഞാൻ പറയും 50-50. ഓക്കെ, നമ്മൾ ആദ്യത്തെ മാസം സന്തോഷത്തോടെ പിരിയും. പക്ഷെ രണ്ടാമത്തെ മാസവും മൂന്നാമത്തെ മാസവും കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ജേക്കബിന്റെ മനസ്സിൽ ചിന്തിക്കും, ഞാൻ ഇരുന്ന് ജോലി ചെയ്ത് പുള്ളിക്ക് കൊടുക്കുന്നു എന്ന ചിന്ത വരികയും ജേക്കബ് സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ജോലിയിൽ താഴോട്ട് വരികയും അതല്ലെങ്കിൽ എന്നോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അസ്വാരസ്യങ്ങൾ വരികയും പിന്നീട് ഈ പല ഫേമുകളും പാർട്ട്ണർഷിപ്പുകളും പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാര്യം അതാണ്. അതല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ ടേംസ് ആൻഡ് കണ്ടീഷനോടുകൂടി ജസ്റ്റ് ഇൻവെസ്റ്ററായി ഒരു മാനേജറെ നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കമ്പനി ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ ലാഭവിഹിതം നമ്മൾ എടുക്കുകയാണെങ്കിൽ വിഷയമില്ല. ഇപ്പോൾ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൽ നമ്മൾ കപ്പാസിറ്റി ഒരു മാനേജറെ കണ്ടുപിടിച്ചിട്ട് പുള്ളി ഏൽപ്പിക്കുന്നു. മുഴുവനായും ബിസിനസ് നമ്മൾ അവരെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചിട്ട് നമ്മൾ മന്ത് എൻഡ് വരുന്നു, കണക്ക് നോക്കുന്നു, നമ്മൾ എക്സ്പെൻസും പോയിട്ട് ബാക്കിയുള്ള ലാഭം നമ്മൾ വിധിച്ചെടുക്കുകയാണെങ്കിൽ ആ വിഷയം വരില്ല. പക്ഷേ നമ്മൾ ആരും ഒരാൾ എപ്പോഴെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് മനുഷ്യനാണോ ഉറപ്പായിട്ടും അത് നമ്മൾ ഈവൻ സഹോദരങ്ങളാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലൊരു വിഷയമൊക്കെ ഉണ്ടാകും. അത് പിന്നീട് അത് നമ്മൾ പല ബിസിനസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഒരുപാട് ബിസിനസ്സുകൾ പാർട്ട്ണർഷിപ്പ് എന്നാൽ സക്സസ് ആയി പോകുന്നതുകൊണ്ട് അത് പലരും ജോലി രണ്ടുപേരും ഒരേപോലെ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ആണെങ്കിൽ, അതിലൊരു ഹോട്ടലാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻ്റർ ആണെങ്കിൽ, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് അവർ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ഹോട്ടലിൽ അവർ ഒരുമിച്ച് ജോലി ചെയ്യുകയും കിച്ചണിൽ അവർ ജോലി ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ഒരു 90% പാർട്ട്ണർഷിപ്പുകൾ പൊളിയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഇല്ല, ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിൽ എനിക്ക് പൈസ ഒന്നും കിട്ടാൻ ലോണൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ അന്നൊരുപാട് ഞാൻ പൈസ ചോദിച്ചു, എന്ന് സഹായിക്കണം എന്ന് ചോദിച്ചപ്പോൾ ആരും എന്നെ സഹായിച്ചില്ല. പക്ഷേ ഒരു 2-3 ഇയർ കഴിഞ്ഞപ്പോൾ പലരും വിളിച്ചിട്ട് പൈസ ഉണ്ട്, പല നമ്മളെ നാട്ടുപുറങ്ങളിലൊക്കെ പല സിറ്റികളിലും ഉണ്ട്, പല ഗോൾഡ് സ്ഥാപനങ്ങളിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാസം പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ആൾക്കാരോട് പറഞ്ഞു, അവർ പൈസ തരാം, ലാഭത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അവർക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ ആദ്യം അങ്ങോട്ട് എന്ന് വെച്ചപ്പോൾ ഇവർക്കാർക്കും ഇല്ല. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആരും ബിസിനസ്സിൽ ഒരാൾ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. ഇപ്പോൾ എൻ്റെ 5 ലക്ഷം രൂപ ഉണ്ട്, ജേക്കബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, എൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറയും ഇല്ല എന്ന് തന്നെ പറയും. കാര്യം ഞാൻ എൻ്റെ 5 ലക്ഷം രൂപ വെച്ച് ജേക്കബിന് റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. പക്ഷേ ഒരു 5 ഇയേഴ്സിന് ശേഷം ബിസിനസ് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ പറയും, ഓൾറെഡി റണ്ണിങ് ബിസിനസ് ആണെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് സക്സസ് ആണെങ്കിലോ എന്നോട് ചോദിക്കുകയാണ്, ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പഠിക്കും, ഓക്കെ ആണോ വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴേ ബിസിനസ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതോ ബിസിനസ് റൺ ചെയ്യുന്ന ഓണറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? മനസ്സിലായില്ല. അതായത് ഇപ്പോൾ ഒരു ചേട്ടൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്നു, ഒരു റെസ്റ്റോറൻറ്റ് തന്നെ കൂട്ടിക്കും. ആ റെസ്റ്റോറൻറ്റിനകത്ത് ഇപ്പം തുടങ്ങിയിട്ട് 2-3 വർഷം വന്നു. 3 വർഷം അത് ഡെയിലി അറൌണ്ട് 50,000 to 60,000 റുപ്പീസിന്റെ കച്ചവടം നടക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും പുള്ളിക്ക് ഇനി അടുത്തൊരു ബ്രാഞ്ച് ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ബ്രാഞ്ചിനെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് അടുത്തൊരു 5-10 ലക്ഷം രൂപ ആവശ്യമുണ്ടോ? അങ്ങനെ ആ പുള്ളി ചേട്ടനെ അപ്രോച്ച് ചെയ്ത് ഇങ്ങനെ പറയുന്നത്, ബിസിനസ് നടത്തുന്നത് ഞാനാണ്, ബിസിനസ് നടത്തുന്നത്, ബിസിനസ് റൺ ചെയ്യുന്ന വേറെ ആളാണ്, ചേട്ടനാണ്, ഞാൻ ഇൻവെസ്റ്ററാണ്. അപ്പോൾ ചേട്ടനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ എനിക്ക് ഇത്ര എമൗണ്ട് വേണം, നമ്മുടെ പ്ലാൻ ഇത് എക്സ്പാൻഡിങ് പ്രോപ്പർട്ടി ഇത് പേപ്പറും എല്ലാം കാണിച്ച് ചേട്ടന് പ്ലാൻ മൊത്തം മനസ്സിലായി. അങ്ങനെ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും ചേട്ടൻ നോക്കുന്ന ആ ബിസിനസ് റൺ ചെയ്യുന്ന ആളെയാണോ അതോ ബിസിനസിന്റെ ഓപ്പറേഷൻ സൈഡാണോ നോക്കുന്നത്? ഞാൻ 100% ബിസിനസിന്റെ റൺ ചെയ്യുന്ന ആളിനെ മാത്രമേ നോക്കുള്ളൂ. ഓപ്പറേഷണൽ ഫൈനാൻസ് നോക്കത്തേയില്ല. അതെന്താ അത്രയ്ക്ക് കോൺഫിഡന്റ് എന്താ? അങ്ങനെ നമ്മൾ ബിസിനസ്സിൽ ഒരു വ്യക്തി, ഒരാളുടെ വ്യക്തിത്വം, ഒരാളുടെ ഇടപാടുകളെല്ലാം വലിയൊരു ഫാക്റ്റാണ്. ഒരാളുടെ ഇടപെടൽ. അപ്പോൾ ഒരാളെ നമുക്ക് ഏറെക്കുറെ എനിക്ക് മനസ്സിലാവും, പലർക്കും മനസ്സിലാവുന്നില്ല, പക്ഷേ
നമുക്കൊരാളെ സംസാരിക്കുമ്പോൾ അയാളുടെ ബിസിനസ്സിൽ അയാളുടെ അറിവ് എത്രയാണ്, അയാൾ ഈ ബിസിനസ്സിൽ നിൽക്കാൻ സാധ്യതയുണ്ടോ, നാളുകളിൽ മറ്റൊരു ബിസിനസ്സിലേക്ക് ചാടി പോകാൻ സാധ്യതയുണ്ടോ, ഇയാളുടെ ബിസിനസ്സിൽ എത്ര നാളേക്ക് പോകും, ഞാൻ പൈസ കൊടുത്താൽ ഇത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ എന്നത് നമുക്ക് ഒരു 15 മിനിറ്റ് സംസാരിക്കും, 15-20 മിനിറ്റിനകത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കിട്ടും. അപ്പോൾ ചില ബിസിനസ്സുകളിൽ നമുക്ക് ഇപ്പം ജേക്കബിന് ഒരാളൊന്ന് പൈസ വയ്ക്കുന്നു, സ്വാഭാവികമായിട്ട് ഞാനൊരു 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാവുകയാണെങ്കിൽ നാളുകളിൽ ഈ ബിസിനസ് പാളിപ്പോയാലും എനിക്ക് പൈസ റിട്ടേൺ തരാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഞാനത് ചെയ്യും. ഞാനെന്നല്ല ആരും ചെയ്യുള്ളൂ. പക്ഷേ മറു സൈഡിൽ ഒരാൾ ബിസിനസ് ചെയ്യുമ്പോൾ അയാൾ ലോൺ എടുത്ത് ഒരു അത്യാവശ്യം ബിസിനസ് സക്സസ് ആയി, അയാൾ ചിലപ്പോൾ 1 കോടി രൂപ ലോൺ എടുത്ത് ബിസിനസ് വലിയൊരു സെറ്റപ്പിലേക്ക് വരുന്നു. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ബിസിനസ് കൊള്ളാം, അവൻ നല്ല സക്സസ് ആയി എന്ന് തോന്നി ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പം നമ്മൾ ഈ പുറംമോടി നോക്കി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ പെയിന്റ് നോക്കി വീട് വാങ്ങുന്ന പോലെയായി പോകും. മനസ്സിലായി? നമുക്കൊരു ആളുൾപ്പെടെ ബിസിനസിന്റെ ഒരു സൈഡും ഒരു ഫാക്ട് തന്നെയാണ്, റിസ്ക് ഉണ്ട് നമുക്ക് അതിനകത്ത്. ഇപ്പം ബിസിനസ് അതിന്റെ റൺ ആവുന്നോ, എത്രത്തോളം മുമ്പോട്ട് പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നോക്കും. പക്ഷെ അതിനപ്പുറം ഞാൻ നോക്കുന്നത് ആ വ്യക്തിയാണ്, ഒരാളുടെ വ്യക്തിത്വമാണ് നോക്കുന്നത്, അയാളെ മുമ്പോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനകത്ത് ഈ 5000 സ്ക്വയർ ഫീറ്റിന്റെ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഇപ്പം കറന്റ് അതിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അതിനിപ്പോൾ അറൗണ്ട് ചേട്ടൻ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് 90 lakh എടുപ്പിച്ചു. അപ്പം ചേട്ടൻ ആ ഒരു 90 lakh എടുത്ത് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇപ്പം നടക്കുന്ന കറണ്ട് യൂണിറ്റിന്റെ റവന്യൂ കണ്ടിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതൊരു അസറ്റായിട്ട് കൂട്ടുവോ അതോ ചേട്ടൻ അതൊരു ലൈബിലിറ്റി ആയിട്ട് കൂട്ടുവോ ഈ വാങ്ങിച്ച സ്ഥലം കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ്? കാരണം റവന്യൂ എന്തായാലും ജനറേറ്റ് നമ്മൾ അതിപ്പോൾ ആ ചോദ്യം അത് കണക്ട് ചെയ്ത് ചോദിച്ചാൽ ചിലപ്പോൾ ഈ വീഡിയോ ജേക്കബ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ചീത്തക്കാൻ വന്നൊരു പോസ്റ്റായിരിക്കും അത്. നമ്മൾ പലപ്പോഴും ചോദിക്കും, ബിസിനസ്സുകാർ പലപ്പോഴും ഒരുപാട് ബിസിനസ് ക്ലാസ്സുകളിൽ ബിസിനസ് മോട്ടിവേറ്റേഴ്സ് നമുക്ക് ബിസിനസ് ക്ലാസ് തരുമ്പോൾ അവർ പറയുന്നത് ഒരിക്കലും ബിസിനസ്സുകാർ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പ്രോപ്പർട്ടി മീൻസ് വീട് വെക്കാൻ പാടില്ല എന്ന് പറയും. അത് വീട് വെക്കാൻ പാടില്ല, അത് ഡെഡ് മണിയാണ്. ബിസിനസ്സുകാർ എപ്പോഴും ബിസിനസ്സിലേക്ക് ഇട്ടുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികം നമ്മൾ ആ വരുന്ന വീഡിയോസിന്റെ താഴെ കമന്റ് നോക്കുമ്പോൾ പൂരെ നമുക്ക് തെറിവിളികൾ കാണാൻ പറ്റും. വരാൻ സാധ്യതല്ലോ. അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളാണ്. ഇപ്പൊ എനിക്ക് താമസിക്കാൻ ഒരു വീടില്ല, ഞാൻ മാസാമാസം വാടക വീട്ടിൽ താമസിച്ചോണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ഇമോഷണലി ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഞാൻ അഡ്രസ്സ് ഇല്ലാത്തവനാണ്, എൻ്റെ ആധാർ അഡ്രസ്സ് റെന്റ് ബിൽഡിംഗ് ആണ്, അതല്ലെങ്കിൽ ഞാൻ 6 മാസം കഴിഞ്ഞ് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് മാറുമ്പോൾ വീണ്ടും എൻ്റെ അഡ്രസ്സ് മാറുന്നു, എൻ്റെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന പോസ്റ്റ്മാൻ എന്നെ വിളിച്ചിട്ട് ഇന്ന് എവിടെയാണ് താമസം എന്ന് ചോദിക്കുന്നു. അത് നമുക്ക് ഒരു വീട് വെക്കണം എന്നുള്ള ചിന്ത ഇങ്ങനെ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക്, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരന് ഓക്കെ, പുള്ളി ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പുള്ളി വീട് വെക്കുന്നതിൽ പ്രശ്നമില്ല, പുള്ളിക്ക് വീട് വെക്കാം, വസ്തു വാങ്ങാം, വീട് വെക്കാം. പക്ഷെ ബിസിനസിന്റെ ഗ്രോത്ത് താഴേക്ക് വരും. അതായത് വീടിന്റെ പണി തുടങ്ങുന്ന സമയം അതോ അല്ലല്ല, ബിസിനസ്സിൽ നമ്മൾ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വീട് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാസം നമുക്ക് എങ്ങനെയും ഒരു 50,000 രൂപയുടെ അടവ് വരും. വരും. പക്ഷേ ഈ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു ടൈം ഉണ്ട്. അത് ചിലപ്പോൾ ആദ്യത്തെ ഒരു 2, 3, 4, 5 വർഷം പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ബിസിനസിന്റെ ഒരു ഫസ്റ്റ് 4 to 5 years. അതെ അതിന് മുകളിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിസിനസ്സുകാർക്ക് വീട് വയ്ക്കാം. എപ്പോഴാണെന്ന് അറിയാമോ? ബിസിനസ്സുകാർ വീട് വയ്ക്കുന്നത് അവർക്ക് ഒരു 5, 6 അല്ലെങ്കിൽ ഒരു 10, 12 മാസത്തെ പ്രോഫിറ്റ് എമൗണ്ട് കൊണ്ട് ഇവർക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലോൺ ആയിരുന്നാലും കടമായിരുന്നാലും അടച്ചു തീർക്കാൻ കഴിയും. അതല്ല എങ്കിൽ എനിക്കിനി 1 വർഷത്തേക്ക് എൻ്റെ ബിസിനസ്സിലേക്ക് ഇനി പുതിയൊരു അപ്ഡേഷൻ്റെ ആവശ്യമില്ല, ഈ പൈസ എനിക്ക് വരുന്ന പ്രോഫിറ്റ് എമൗണ്ട് എനിക്ക് ലോൺ അടച്ചു തീർക്കാം, അതല്ലെങ്കിൽ കടം തീർക്കാം എന്നുള്ള ഒരു ലൈനിൽ എത്തുന്ന ഒരു ടൈം, ആ ഗ്രാഫ് ആ ഒരു ടൈമിൽ ഗ്രാഫ് അങ്ങനെ ഒരു റേഞ്ചിലേക്ക് എത്തുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ വീട്ടിലേക്ക് ഇൻവെസ്റ്റ് അതാണ് ആപ്റ്റ് ടൈം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ചെയ്യുന്ന പല ബിസിനസ്സുകളും പൊളിയാനുണ്ടായ കാരണം എന്താണെന്ന് അറിയാമോ? പല ബിസിനസ്സുകളും പൊളിയുന്നതിൻ്റെ മെയിൻ കാരണം ഈ നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്താലും നമ്മൾ സക്സസ് ആവും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഏത് ബിസിനസ് ചെയ്താലും സക്സസ് ആവും. അത് അത്ര കോൺഫിഡൻറ്റ് പറയാം. എനിക്ക്
നമ്മുടെ ഒരു ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പോൾ എല്ലാം ബിസിനസ് ആക്കാം. ഈവൻ നമ്മൾ ഇപ്പം ട്രിവാൻഡ്രത്ത് ശംഖുമുഖം ബീച്ചിലോ കോവളം ബീച്ചിലോ പോകുമ്പോൾ കപ്പലിൽ വിൽക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയും. കപ്പലിൽ വിൽക്കുന്ന ഒരാളെ കാണാം. നമുക്കൊരു പാക്കറ്റ് കപ്പലിന് 10 രൂപ വാങ്ങിക്കുള്ളൂ. പക്ഷേ ആ കപ്പലിൽ ഇരിക്കുന്ന അയാളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അയാളുടെ ബിസിനസിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഇത് എങ്ങനെയും വിറ്റ് 10 രൂപ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി 1000 രൂപ 1200 രൂപ ഉണ്ടാക്കി വീട്ടിൽ പോവുക എന്നുള്ളതാണ് അവൻ്റെ കപ്പാസിറ്റി. പക്ഷെ അവൻ്റെ ചിന്താഗതി മാറാനുള്ളത് അങ്ങനെയല്ല. ഈ കപ്പലിൻ്റെ ഇത് എങ്ങനെയാണ്, ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഈ കപ്പലിൻ്റെ നമുക്ക് എങ്ങനെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം, ഇതിനെങ്ങനെയെങ്കിലും എൻ്റെ പേരിൽ ബ്രാൻഡ് ചെയ്ത് പാക്ക് ചെയ്ത് ഇതിനെങ്ങനെ നമുക്ക് പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇതാണ് കപ്പലിൻ്റെ കച്ചവടത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു തൊഴിലും ബിസിനസ്സൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ഈവൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ, ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്. എവിടെയാണെന്ന് അറിയാമോ? അല്ല, കൃഷ്ണൻ പറയുന്നില്ല, തെങ്ങിൽ കയറ്റം ബിസിനസ്സാക്കിയ ഒരാളുണ്ട്, അറിയോ? ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എനിക്ക് വലിയ ഐഡിയ. നമ്മൾ പലപ്പോഴും ശ്രീകാര്യം ഭാഗത്ത് പോകുമ്പോൾ നീല ടീഷർട്ട് ഇട്ട് സൈക്കിളിൽ ഈ തെങ്ങി കയറുന്ന മെഷീൻ വെച്ച ആൾക്കാർ പോകുന്നുണ്ട്. അത് പുള്ളി ഒരു ബിസിനസ് ലൈസൻസ് എടുത്ത് ഒരു ഷോപ്പ് ഇട്ടു, കുറച്ച് ഹിന്ദി ആൾക്കാരെ വിളിച്ചിരുത്തി കൊണ്ട് അക്കോമഡേഷനൊക്കെ കൊടുത്തിട്ട് രാവിലെ പുള്ളിക്ക് വരുന്ന കോളിനനുസരിച്ച് പുള്ളി ഇവരെ ജോലി സ്ഥലത്തേക്ക് വിടും. അവിടെ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് ചെയ്യുന്ന ഒരു ഭാഗം പുള്ളി എടുക്കും, ബാക്കി ഇവർക്ക് കൊടുക്കും. ഏതൊരു തൊഴിലും നമുക്ക് ബിസിനസ്, എന്ത് ബിസിനസ്സും നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും എന്നത് 100% ഉറപ്പാണ്. അത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് വരാൻ ചിലപ്പോൾ നല്ല ടൈം എടുക്കും. ചിലപ്പോൾ 2 വർഷം എടുക്കാം, ചിലപ്പോൾ 3 വർഷം, ചിലപ്പോൾ 5 വർഷം വരെ എടുക്കാം. പക്ഷെ ഇതിൽ നിൽക്കുന്ന ഒരാൾ ഉറപ്പായിട്ടും സക്സസ് ആകും. അതേ ബിസിനസ്സിൽ തന്നെ നിൽക്കണം. ഒരിക്കലും ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഒരാൾ ബിസിനസ് ചെയ്യുന്നു, അവൻ സക്സസ് ആയി, അത് കണ്ടിട്ട് അതേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അവൻ കടന്നു വന്ന വഴികളും അവൻ സഞ്ചരിച്ച അവൻ അനുഭവിച്ച യാതനകളൊന്നും ഇവ അറിയുന്നില്ല. ഇത് പുള്ളിക്ക് മാത്രമേ അറിയൂ. പുള്ളി സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കയ്യിൽ പൈസ ഉണ്ട്. പുള്ളി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് കിട്ടുന്ന റിസൾട്ട് ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല. ആ പുള്ളി 1 വർഷം നോക്കും, 2 വർഷം നോക്കും, 3 വർഷം നോക്കും. ആക്ച്വലി 3-ാമത്തെ വർഷം മുതലാണ് നമ്മുടെ ഗ്രാഫ് മാറി തുടങ്ങുന്നത്. അപ്പോൾ ഒരുവിധം ഏത് ബിസിനസ് മാറി തുടങ്ങും. നമ്മൾ ഒന്നെങ്കിൽ കയറും അല്ലെങ്കിൽ അല്ല കയറാൻ നമ്മൾ വരെ ഉറച്ചു നിൽക്കുകയാണ്. ഉറപ്പായിട്ട് കയറും. അപ്പൊ സ്വാഭാവികമായിട്ട് പുള്ളി ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹം ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യുന്നു. അപ്പം പുള്ളി, ഞാൻ പറഞ്ഞില്ല, കടന്നു വന്ന വഴികളും യാതനകളൊന്നും ഇദ്ദേഹം അറിയുന്നില്ല. അപ്പോൾ ഇദ്ദേഹം 1-2 വർഷം നോക്കുമ്പോൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇല്ല. അപ്പോൾ പുള്ളി അതങ്ങ് പൂട്ടിക്കെട്ടും. അടുത്ത ആൾ അടുത്ത കമ്പനി സ്റ്റാർട്ട് ചെയ്ത് നോക്കും, അതിലേക്ക് തിരിയും. അങ്ങനെ ചാടി നിൽക്കുന്ന ഒരാൾ ഒരിക്കലും സക്സസ് ആവില്ല. ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്ത് ഫാൾട്ട് വന്നാലും നമ്മളെ ബിസിനസ്സിൽ വരുന്ന ഫാൾട്ട് നമുക്ക് ഒരിക്കലും സംഭവിക്കും. ഒരു ഫാൾട്ട് നമുക്ക് ഒരിക്കലും സംഭവിക്കും, അത് പിന്നെ ബിസിനസ്സിൽ സംഭവിക്കില്ല, സംഭവിക്കാൻ ഇടവരരുത്. അതാണ് ഒരു ബിസിനസ്മാൻ്റെ ഒരു എന്റർപ്രണറുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അതാണ്. ഇപ്പം നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മളൊരാൾക്ക് കടം കൊടുക്കുന്നതായിക്കോട്ടെ, നമ്മൾ ബന്ധത്തിൻ്റെ പുറത്ത് കടം കൊടുക്കും. ചിലപ്പോൾ ഒരു 10,000-20,000 രൂപ കടം കൊടുക്കും. അപ്പോൾ അയാൾ ചിലപ്പം ഒരു ദിവസം അടച്ചിറങ്ങി പോകും, ഒരബദ്ധം പറ്റി, പുള്ളിയെ വിളിച്ചാൽ കിട്ടില്ല, പിന്നെ നമ്പർ മാറി പുള്ളി വേറെ വീട്ടിൽ പോയി. ആ അബദ്ധം പിന്നെ പറ്റരുത്. അങ്ങനെ എന്ത് ഫാൾട്ട് വന്നത്, അത് ഈവൻ സ്റ്റാഫിൻ്റെ ആണെങ്കിൽ പോലും, നമ്മുടെ നമ്മുടെ കമ്പനിക്ക് അകത്തെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും, നമ്മുടെ ഏത് കമ്പനി ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഒരു പ്രാവശ്യം ഉണ്ടാകുന്ന ഒരു ഫാൾട്ട് അത് ബിസിനസ് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാവൂ. അത് പിന്നീട് വരാതെ 100% ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ, കാര്യം ഞാൻ പറഞ്ഞ 3 വർഷം എന്ന് പറയുന്നത് നമ്മൾ ഈ ഫാൾട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. നമ്മളെ കമ്പനിയിലുണ്ടാകുന്ന നമ്മുടെ നമ്മുടെ ഒരു ഫാമിലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മുഴുവനും ഈ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കാനുള്ള ടൈമാണ് 2 to 3 ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ തയ്യൽ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് അടുത്ത് വരുന്നൊരു വീട്ടിലപ്പുറത്ത് വരുന്നൊരു സ്ത്രീയുടെ ബ്ലൗസോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചുരിദാറോ അത് തച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവർ ചിന്തിക്കാനുള്ളത്, ഇത് രാജസ്ഥാനിലോ അതല്ലെങ്കിൽ ഡൽഹിയിലോ പോയി കുറച്ച് ക്ലോത്ത് എടുത്തുകൊണ്ട് വന്ന് പേള കൊണ്ടുവന്ന് ഇത് ഡിസൈൻ ചെയ്ത് ഇതിൽ എൻ്റെ പേര് ബ്രാൻഡ് ചെയ്ത്, അവരുടെ പേര് ബ്രാൻഡ് ചെയ്ത് ഇതിനെങ്ങനെ നമുക്ക് ഇതിനെ വലിയ രാജ്യങ്ങളിലേക്ക് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സൈറ്റുകളിലിട്ട് എങ്ങനെ സെയിൽ ചെയ്യാം എന്നിവർ ചിന്തിക്കുന്നില്ല. അതാണ് ഒരാളുടെ ചിന്തയുടെ ലിമിറ്റാണ്, ഒരാളുടെ ചിന്തിക്കുന്നതിനുള്ള കപ്പാസിറ്റി, ചിന്തയുടെ ലിമിറ്റാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ
ഗ്രോത്തിനെ എന്ത് കണ്ടാലും നമ്മൾ അത് ബിസിനസ് ലെവലിലേക്ക് കാണുകയും ഇതിന്റെ ടോപ്പ് ലെവലിലേക്ക് ചിന്തിക്കുകയും ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരു ബിസിനസ്സുകാരനാകുന്നത്. ഇപ്പം നമ്മുടെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയോട് ചോദിക്കുകയാണ്, ഇവൻ ഒരു മെക്കാനിക്കൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുകയാണ് ഈ ബിടെക് കഴിഞ്ഞ് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നത് പറ്റുമെങ്കിൽ KCB ജോലിക്ക് കയറണം. ബിടെക് കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞൊരു കുട്ടിയോട് ചോദിച്ചാൽ അവൻ പറയുന്നത് ബെൻസിലെങ്ങനെ കിട്ടുമെങ്കിൽ ജോലിക്ക് കയറണം. അപ്പൊ അതാണ് അവിടെ ചിന്താഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു MBBS പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് പഠിച്ചിറങ്ങിയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റൽ ഡോക്ടറായിട്ട് കയറണം. അപ്പൊ ഈ ഡോക്ടറേറ്റ് MBBS കഴിഞ്ഞൊരു വിദ്യാർത്ഥി എനിക്കൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യണമെന്നും അതിനകത്തൊരു 10-30 സ്റ്റാഫുകൾക്ക് തൊഴിൽ കൊടുക്കണമെന്നും എന്നുള്ള ചിന്ത അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അത് ബിസിനസ് മാൻ ആൻഡ് ഓൺട്രപ്രണർ എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ അവിടെ വരുന്നുണ്ടോ? അതോ അത് എന്റർപ്രണർ അല്ലേ, ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ ഓൺട്രപ്രണർഷിപ്പ്. ബിസിനസ് അങ്ങനെയല്ലല്ലോ. ബിസിനസ് എന്ന് പറയുന്നത് ഇത് പറയാം. ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇപ്പം അവരുടെ 4ാമത്തെ സെമസ്റ്ററിൽ 8ാമത്തെ സെമസ്റ്ററിൽ അവർക്കൊരു പേപ്പറുണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്. അവരുടെ കപ്പാസിറ്റി എന്താണോ അതവിടെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർ അവരുടെ പല വണ്ടികളെ കൊണ്ട് കാണിക്കുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ എന്തെങ്കിലും വണ്ടിയൊക്കെ ഉണ്ടാക്കുകയോ ഇലക്ട്രിക് അങ്ങനെ പല അവരുടെ കപ്പാസിറ്റിയിൽ പലതും അവർ പ്രൊജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇതാണ് എഞ്ചിനീയറിംഗ് പഠിച്ചൊരു കുട്ടി ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇതിനെ എങ്ങനെ നമുക്കൊരു കണ്ടുപിടിക്കാം, ഇതിലെങ്ങനെ പാറ്റന്റ് എടുക്കാം, ഇതെങ്ങനെ നമുക്ക് ബിസിനസ് ആക്കാം എന്ന് ചിന്തിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ഇൻഡെപ്തായിട്ട് അതിനെ കുറിച്ച് ആലോചിച്ച് അതിനെ എങ്ങനെ അതിന്റെ ഫ്രം പോയിന്റ് ചെയ്യുന്ന എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാമെന്ന്. അതെ അത് സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെയല്ലോ ഒരു 5 ലക്ഷം കുട്ടികളെങ്കിലും ഒരു വർഷം ഇവരെല്ലാം പോയി അതിൽ IT കമ്പനികളിലോ അതിൽ പ്രൈവറ്റ് സെക്ടറിലോ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ ആയിട്ട് എവിടെ ആയിക്കോട്ടെ, നമ്മുടെ പ്രദേശങ്ങളിൽ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ പല വിദ്യാർത്ഥികളും ചിലപ്പം ഞാൻ താഴ്ത്തി പറയുന്നതല്ല, 5ാം ക്ലാസ് പോലും പാസ്സാവാത്ത മേശരിമാരുടെ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ കൂലിക്ക് ജോലി ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അതെ, പണി പഠിക്കാനല്ല, അവർ പണി പഠിച്ചാലും അവിടെ തന്നെ ജോലി ചെയ്യാണ്. ജോലി ചെയ്യണം. കാര്യം അവർക്ക് 10-20 സാലറി ഉണ്ട്, അവരൊക്കെ മതി. പക്ഷേ ഈ മേശരിയുടെ ഗുണമെന്ന് പറയുന്നത് പുള്ളി 18-ാമത്തെ 15-ാമത്തെയോ 16-ാമത്തെ വയസ്സിൽ ജോലിക്ക് ഇറങ്ങി മേശയുടെ കയ്യാളായിട്ട് പോയി പണി പഠിച്ചു. അതിനുശേഷം കൂലിക്ക് ഒരു ബിൽഡിങ്ങിന്റെ പണിയെടുത്ത് ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് ബിൽഡിങ് എടുത്ത് ചെയ്ത് കൊടുക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി 1-2 വീടുകൾ, ഒരു വീട് സ്റ്റാർട്ട് ചെയ്ത് 2 വീടായി 3 വീടായി ഒരേ സമയം 5-10 വീടുകൾ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയായി ഇയാൾ സ്റ്റാർട്ട് ചെയ്തു. കോൺട്രാക്ടർ എന്നുള്ള ലൈനിലേക്ക് മാറി. പക്ഷേ ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ചിലപ്പോൾ 5ാം ക്ലാസ് ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസം ഒരു ഫാക്റ്റ് അല്ല, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല എങ്കിൽ റിസ്ക് എടുക്കുന്നതിൻ്റെ അണ്ടറിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യേണ്ടി വരും. മനസ്സിലാക്കിയോളാം. ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു. റിസ്ക് എടുത്തില്ല എങ്കിൽ റിസ്ക് എടുക്കുന്ന ഒരാളുടെ അണ്ടറിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും ജോലി ചെയ്യണം. അപ്പോൾ ഏത് കോഴ്സ് ആയിക്കോട്ടെ, അത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, MBBS ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പാരാമെഡിക്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാർമസി എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഏത് കോഴ്സ് ചെയ്താലും അതിനെ ഒരു എൻ്റർപ്രണർഷിപ്പായി മാറ്റുക എന്നുള്ള ലൈനിലൂടെ വേണം നമ്മുടെ ചിന്ത പോകാനെങ്കിൽ മാത്രമേ. അതല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക്, നമ്മുടെ ഡ്രീംസിന് ഒരു വിലങ്ങ് തടിയാവും. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത്, എനിക്ക് ഒരു കമ്പനിയിൽ ഒരു 60,000 രൂപ ശമ്പളം. അടുത്ത മാസം ഞാൻ കാണുന്ന സ്വപ്നങ്ങൾക്ക് 60,000 രൂപ വരെ ലിമിറ്റുള്ളൂ. അപ്പൊ ഈ 60,000 രൂപ വരെയായിരിക്കും എന്റെ സ്വപ്നങ്ങളുടെ ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അവരുടെ സ്വപ്നങ്ങളുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപ ആയിരിക്കും.